എടീ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഏതാണ്ടൊക്കെ പറഞ്ഞതേ ഉള്ളു. നീ അത് കാര്യമൊക്കണ്ട. നമ്മളാരെയും പറ്റിച്ചും വെട്ടിച്ചും ഒന്നും ഉണ്ടാക്കിയ കാശല്ലല്ലേ. ഞാനിവിടെ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയതാ. എന്നിട്ടും അതിന്റെ വിധി അങ്ങനെയാണെങ്കിൽ പോട്ടെ പോലെ. എടീ, നമുക്ക് അവരോടൊന്നും ജയിക്കാൻ പറ്റില്ലല്ലേ. എന്തായാലും എന്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് മതി. അമ്മ, ഞാൻ ആശുപത്രിയിലേക്ക് പോണേണേ. ഞാൻ ചെന്നിട്ട് വേണം വിനീതിന് തിരിച്ച് വീട്ടിലേക്ക് പോവാൻ. എന്നാലും നിങ്ങൾ കഥയടച്ച് കിടന്നു. മോളെ, നേരെ ഒരുപാട് വൈകി. ആ വിനീതനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവൻ്റെ കൂടെ പോയാൽ പോരായിരുന്നാ? രാത്രിയാകുമ്പോൾ എൻ്റെ പേടിയൊക്കെ പോയി അമ്മ. അമ്മ ഉറങ്ങിക്കോ. ശരി. വാ മോനെ. രേണു, ഇടി നീ ബ്ലേഡുകാരനെ വിളിച്ചായിരുന്നോ? ഇനിയിപ്പോൾ പലിശയുടെ കാര്യം നോക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നാളെ കൊച്ചിനെ ആശുപത്രി നിറക്കാനല്ല. നീ രാവിലെ തന്നെ അങ്ങോട്ടൊന്ന് വിളിച്ചു വെക്കണേ. വിളിച്ചു വെച്ചാൽ മതി. ഞാൻ രാവിലെ വിളിക്കാട്ടെ നിന്നെ. ശരി എന്നാ. സർ, എന്താ കാര്യങ്ങൾ? 11:30 ബാംഗ്ലൂർ കൊച്ചിൻ ഫ്ലൈറ്റിൽ MLA-മാരുടെ ആദ്യ സംഘം എത്തും സർ. ആരെ എസ്കോട്ട്? സലീമും ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഹലോ. ആ ചേട്ടാ, ഡോക്ടർ വന്നിരുന്നു. എന്തായി കാര്യങ്ങൾ? കുഴപ്പമൊന്നുമില്ല. എന്ത് പറഞ്ഞു ഡോക്ടർ? ചേട്ടനെ എവിടെയെന്ന് ചോദിച്ചു. വരുന്നുണ്ടോ? ശരി, നോക്കട്ടെ. പറ്റി ഞാൻ അങ്ങോട്ട് വരാം. ശരി, എന്നാ വിളിക്കാം. ശരി സർ. ഹലോ മണി, നീ വീട്ടിലാണോ? അല്ല, ഞാൻ ആശുപത്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എടീ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഏതാണ്ടൊക്കെ പറഞ്ഞതേ ഉള്ളു. നീ അത് കാര്യമൊക്കണ്ട. നമ്മളാരെയും പറ്റിച്ചും വെട്ടിച്ചും ഒന്നും ഉണ്ടാക്കിയ കാശല്ലല്ലേ. ഞാനിവിടെ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയതാ. എന്നിട്ടും അതിന്റെ വിധി അങ്ങനെയാണെങ്കിൽ പോട്ടെ പോലെ. എടീ, നമുക്ക് അവരോടൊന്നും ജയിക്കാൻ പറ്റില്ലല്ലേ. എന്തായാലും എന്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ, അത് മതി. ശരി. ചേച്ചി, നാളെ രാവിലെ ബില്ല് അടയ്ക്കണേ. ക്യാഷ്യർ വിളിച്ചിരുന്നു. നോട്ട്സ് തിരക്കായി പോയതുകൊണ്ടാ. ആ ശരി. ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വിളിച്ചാൽ മതി. 204 ഫയലിംഗ് എടുത്ത്. വീട്ടിലേക്ക് ചെന്നൊന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ? ഒരു മിനിറ്റ് ഒന്നും ഇരിക്കാൻ പോലും പറ്റില്ല, അതിന്റെ ഇടയിലാണ്. ശരി ശരി, നീ വിളിക്ക്. സൗത്ത് മൊബൈൽ ബ്രാവോ കോളിംഗ് ഓവർ. പുലർച്ചെ 1:30 ബാംഗ്ലൂർ നെടുമ്പാശ്ശേരി ഫ്ലൈറ്റില് കർണാടകയിൽ നിന്നുള്ള VIP എത്താൻ സാധ്യതയുണ്ട്. സ്റ്റേഷൻ അലേർട്ട് ആയിരിക്കും. ഓക്കെയാണ് സാർ, എല്ലാം ഓക്കെയാണ് സാർ. ഓവർ. VIP റൂട്ടിൽ ട്രാഫിക് തടസ്സമില്ലാതെ നോക്കണം. ഓക്കെയാണ് സാർ, പാർട്ടി മൊബിലൈസ് ചെയ്തിട്ടുണ്ട് സാർ. ഓവർ.